ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. നനവൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ വേണം. ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഈ കോഫി പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 2 രൂപയുടെ 2 പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലേവർ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടെ എടുക്കാം 2 രൂപയുടെ. പിന്നെ നമ്മൾ എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഒരു 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. 3 വട്ടം അരിച്ചെടുത്താലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് പൗഡറാണ്. ഇനിയിപ്പോൾ നമുക്ക് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം, ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല ഒരു 3 വട്ടം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. 3 വട്ടം അരിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ട് പൊടികൾ വന്നാലേ നമുക്കങ്ങനെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രവും നനവില്ലാത്ത പാത്രമായിരിക്കണം എടുക്കാൻ. അപ്പം ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറുണ്ടല്ലോ, അരയ്ക്കുന്ന ജാറിനകത്ത് നമുക്ക് ഇതെല്ലാം അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ല ഒന്ന് ബീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു പോകാതെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുക. 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെറും 5 ടീസ്പൂൺ പഞ്ചസാര. അതൊരു മിനിമം മധുരമാണ്. അതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണും കൂടെ എടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 5 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിൽ കൂടുതലിടണ്ട. ഇതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2 കോഫി പൗഡർ, 2 രൂപയുടെ 2 കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. വാനില എസെൻസ് നിങ്ങൾക്ക് ഇച്ചിരി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർത്തെന്ന് വെച്ച് അതിൻ്റെ ഫ്ലേവറൊന്നും കിട്ടത്തൊന്നുമില്ല. കോഫിയുടെ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ അത്രയും ചേർത്താൽ മതി. അത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേക്കിൻ്റെ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേക്കിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചേർക്കുന്നത് കോഫി പൊടി ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ മുട്ടയൊക്കെ നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന താഴാതെ കൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം, അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് ഹാർഡായിരിക്കുമല്ലോ, അന്നേരം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലതായിട്ട്
ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ലൂസാവാൻ വേണ്ടി കുറച്ച് പാല് ആദ്യമേ 1 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ മാത്രം, അല്ലാതെ പെട്ടെന്ന് ഒരുപാടങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അന്നേരം ഒരുപാടങ്ങ് ലൂസായിപ്പോവും. പ്രത്യേകിച്ച് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ലൂസാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പ് മാവിലും ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ ഈ ഒരു പരുവം. ഇനി നമുക്കൊരു കേക്ക് ടിന്നെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. വേറൊന്നും ചേർക്കുന്നില്ല, മൈദയൊന്നും ഇടുന്നൊന്നുമില്ല, ബട്ടർ പേപ്പറൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിനകത്തുള്ള ബൗൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓവനിലൊന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി ഇത് ആ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അതിൻ്റെ അടിയിൽ തന്നെ ഒരു മോഡ് വെച്ചിട്ടുണ്ട്, ഒരു തിരികെ എന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഉരുളി വേണം നമുക്കൊന്ന് അടച്ച് വയ്ക്കാൻ. കേക്ക് ടിൻ അടച്ച് വയ്ക്കേണ്ട, ഉരുളിയുടെ മണ്ട മാത്രം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്കിത് വേകാനെടുത്ത ടൈം എത്രയാണെന്ന് വെച്ചാൽ 25 മിനിറ്റാണ് എനിക്കിത് വേഗം എടുത്തിരിക്കുന്ന ടൈം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 15 മിനിറ്റ് ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ആ ഒരു കിഴത്തൊക്കെ അതിനകത്തൊട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.